ഓം ശ്രീകൃഷ്ണായ നമ. ഗീതാധ്യാനം. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദനാഃ പാർത്ഥോ വത്സഃ സുധീർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗീതാധ്യാനത്തിന്റെ ഗുണം പറയാം. എല്ലാവിധ പാപങ്ങളിൽ നിന്നും താമരയിലിൽ വീഴുന്ന വെള്ളം പോലെ നമ്മളെ സ്പർശിക്കാതെ ആ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മളെ രക്ഷിച്ചു പോരുന്നതാണ് ഈ ഗീതാധ്യാനം. സർവദേവന്മാരും ഋഷിമാരും ഗീതാധ്യാനം ചെയ്യുന്നു. ഇത് ബ്രഹ്മരൂപമാണ്. ഭഗവാൻ കൃഷ്ണ പരമാത്മാവിന്റെ മുഖത്തുനിന്നും നേരിട്ട് നമുക്ക് കിട്ടിയ അമൃത് തന്നെയാണ് ഗീത. ഗീത ചൊല്ലുന്നവനും പഠിക്കുന്നവനും പറയുന്നവനും പാപവിമുക്തനായി വൈകുണ്ഠം പ്രവേശിക്കുന്നു എന്ന് പറയുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ സ്വന്തം ബന്ധുജനങ്ങളെയും ഗുരുക്കന്മാരെയും ഒക്കെ മുമ്പിൽ കണ്ടപ്പോൾ വില്ലാളി വീരനായ അർജുനനിൽ ദുഃഖവും വിഷാദവും നിറയുന്നു. അമ്പും വില്ലും താഴെ വെച്ച് തകർന്നിരിക്കുന്ന അർജുനനെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് സ്വന്തം കർമ്മമായ യുദ്ധത്തെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ ക്ലാസ് തന്നെയാണ് ഭഗവത്ഗീത. ഈ കാണുന്ന ലോകവും ബന്ധുമിത്രാദികളും ഒക്കെ വെറും മായയാണ്. ആത്മാവിന്റെ യാത്രയിലെ ഓരോ സാഹചര്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ എന്ന് ഭഗവാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. പ്രപഞ്ചം ഉള്ള കാലത്തോളം ഈ ഭഗവത്ഗീത നിറഞ്ഞു തന്നെ നിൽക്കും. കാരണം ലോകസത്യം ഇത് മാത്രമായതുകൊണ്ട്. അറിയുന്നവരും അറിയാത്തവരും വിശ്വസിക്കുന്നവരും അവിശ്വസിക്കുന്നവരും ഉണ്ടാകും. അതൊക്കെ ഓരോ ആത്മാവിന്റെ ഉയർച്ചയ്ക്കനുസരിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കും. അല്ലാതെ ആരിലും അടിച്ചേൽപ്പിക്കാമതല്ല. ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ മുഖാരവിന്ദത്തിൽ നിന്നും ഒഴുകിയെത്തിയ ഈ ഗീതാമൃതത്തെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഞാൻ നമ്മുടെ ചാനൽ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. മൂകം കരോതി വാചാലം പങ്കും ലംഘതേ ഗിരിയും യൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം. മൂകനെ വാഗ്മിയും മുടന്തനെ മലകയറ്റുന്നവനും ആക്കി മാറ്റാൻ കഴിയുന്ന പരമാനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു.